ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സാജിദ് എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സാജിദ്. യഥാർത്ഥ പേരല്ല. എനിക്ക് 27 വയസ്സുണ്ട്. ഞാൻ 4 വർഷക്കാലം ഗൾഫിലായിരുന്നു. 1.5 വർഷത്തിന് മുമ്പ് പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ടി വന്നു. ഇവിടെ വന്ന് ബാപ്പയുടെ ഒരു ചെറിയ ബിസിനസ് ഉണ്ട്. അത് ഏറ്റെടുത്ത് നടത്തുകയാണ്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല വരുമാനമുണ്ട്. ഗൾഫിൽ കിട്ടിയതിൻ്റെ അത്രയും തുക എനിക്കിവിടെയും കിട്ടുന്നുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞുടനെ തന്നെ ഉമ്മ എന്നോട് പറഞ്ഞു, നീ കല്യാണം കഴിച്ചേ പറ്റൂ, പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിവാഹം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഗൾഫിലായിരുന്നപ്പോൾ പല ബന്ധങ്ങളിലും ഞാൻ അകപ്പെട്ടു പോയിരുന്നു. എനിക്കാരോടും പ്രേമമോ സ്നേഹമോ ഒന്നും തോന്നിയിട്ടില്ല. ഒരാളോട് മാത്രമായിട്ട് അത്യധികമായ സ്നേഹം എനിക്കൊട്ടില്ല താനും. അങ്ങനെയുള്ള ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ ജീവിതകാലം മുഴുവനും സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, എല്ലാവരും കൂടെ എന്നെ നിർബന്ധിക്കുകയാണ്. ബന്ധുക്കൾ പറയുന്നത് അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പലരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഒരാൾക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർക്ക് പറ്റുമായിരിക്കും. എന്നാലും വീടും കുടുംബമായിട്ടുള്ള പലർക്കും സ്വന്തം ഇഷ്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ പോയി. പക്ഷേ എൻ്റെ അമ്മയുടെ ചേച്ചി, മൂത്തുമ്മ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ഉമ്മ, 2-3 പെണ്ണുകൾ കണ്ട ശേഷം എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ നിനക്ക് കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. എടാ, നീ കണ്ട പെണ്ണുങ്ങളൊക്കെ സാമാന്യ സുന്ദരികളാണല്ലോ. നിൻ്റെ ഉള്ളിൽ എന്താണ്? ഭയങ്കര സുന്ദരിയായ ഒരു പെണ്ണെ മാത്രം നീ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല മൂത്തുമ്മ, എനിക്ക് സത്യം പറഞ്ഞാൽ വിവാഹ ജീവിതത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ കല്യാണം കഴിച്ചല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞു, ശരിയാണ്. പക്ഷേ ഒത്തിരി കാലം സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന ഒരാളെ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ്? അപ്പം മൂത്തുമ്മ പറഞ്ഞു, എടാ, നീ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നല്ലേ, നിനക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ? ഇത്രയും കാലം നീ ജീവിച്ചിട്ട് നിനക്ക് നല്ലൊരു പെണ്ണിനെ പ്രേമിക്കാനൊന്നും പറ്റിയില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് സ്നേഹവും പ്രേമവും ഒന്നുമില്ല മൂത്തുമ്മ എന്ന് പറഞ്ഞപ്പോൾ മൂത്തുമ്മ പറഞ്ഞു, നിനക്ക് നല്ല എന്തോ കൂടി അസുഖമാണ്. എനിക്ക് നിൻ്റെ അസുഖം ഏകദേശം മനസ്സിലായെന്ന്. ഞാൻ ചോദിച്ചു, എന്താണെന്ന്? ഗൾഫിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഓടി നടക്കുകയായിരുന്നു. അവിടെ നിനക്ക് അസാമാന്യമായ ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിനക്കിപ്പം ഒരു പെണ്ണിൻ്റെ കൂടെ കഴിയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ മോനെ എന്നോട് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ അവർ വായിച്ചെടുത്തു. ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പോൾ എന്നെ തൊട്ടുകൊണ്ട് മൂത്തുമ്മ പറഞ്ഞു, എടാ, ഇതൊക്കെയാണ് നിൻ്റെ പ്രശ്നമെന്ന് എനിക്കറിയാം. മൂത്തുമ്മയ്ക്ക് എങ്ങനെ അറിയാം? അതെ, എൻ്റെ ഭർത്താവിന് ഇതുപോലുള്ള നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറയാൻ? എൻ്റെ ഹസ്ബൻഡും ഗൾഫിലായിരുന്നല്ലോടാ. വീട്ടുകാരുടെ നിർബന്ധം മൂലമാണ് കല്യാണം കഴിപ്പിച്ചത്. പിന്നെ ഞാൻ ഓർത്തു, നല്ല മൊഞ്ച ജേക്കൻ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊള്ളാം, എൻ്റെ ഭർത്താവ് അതീവ സുന്ദരൻ തന്നെ, എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒത്തിരി പ്രതീക്ഷകളുമായിട്ടാണ് മോനെ ഞാൻ കല്യാണം കഴിച്ചത്. എന്നിട്ട് മുത്തമ്മയ്ക്ക് എന്ത് പറ്റി? പുള്ളി നല്ല സ്നേഹമുള്ള ആളാണല്ലോ, നല്ല മനുഷ്യനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എടാ, അതിപ്പോൾ ആദ്യകാലത്ത് ഒരു 3-4 വർഷം ഞാൻ അനുഭവിച്ചത് എനിക്കല്ലേ അറിയുകയുള്ളൂ. ഞാൻ മണിയറിലേക്ക് ചെന്നു. വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പുള്ളി എന്തൊക്കെയോ സംസാരിച്ചു. എനിക്കാണെങ്കിൽ നല്ല സ്നേഹം വേണമായിരുന്നു. അത് പ്രതീക്ഷിച്ച് ചെന്ന് എനിക്ക് സ്നേഹം പോയിട്ട് ഒരു കച്ചിത്തുരുമ്പ് പോലും കിട്ടിയില്ല. അത് 2-3 ആഴ്ചയായി കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെ. പകൽ പുറത്ത് എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോൾ നല്ല സ്നേഹത്തോടു കൂടി ചിരിച്ച് കളിച്ച് തമാശയോടുകൂടി പെരുമാറും. എന്നിട്ട് റൂമിൽ ചെല്ലുമ്പോഴേക്കും പുള്ളി, ക്ഷീണം തോന്നുന്നില്ലേ, കിടന്നുറങ്ങിക്കോളാൻ പറയും. ഇങ്ങനെയായിരുന്നു 1 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിശ്വസിക്കുമോ? പുള്ളിക്ക് 2 മാസത്തെ ലീവേ അന്നുള്ളൂ. എനിക്കാണെങ്കിൽ വലിയ വെപ്രാളം. ഇത് ഞാൻ ആരോട് പറയും? എൻ്റെ ഉമ്മയോടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം പുള്ളിക്കാരി ഒരു പ്രത്യേക ടൈപ്പാണെന്ന് നിനക്കും അറിയാമല്ലോ. അന്നത്തെ കാലത്ത് പിന്നെ പറയുകയും വേണ്ട. ആരോടാ ഞാനൊന്ന് പറയുക? പിന്നെ നിൻ്റെ അമ്മയാണുള്ളത്, അവളോട് പറയാനേ പറ്റില്ല. കാര്യം അവൾ വേണമെങ്കിൽ മറ്റുള്ളവരോട് അപ്പം തന്നെ പറയും. പിന്നെ എൻ്റെ മാനം കപ്പൽ പോലെ ആകും. എൻ്റെ മനസ്സിലെ വിഷമം ആരും കണ്ടുപിടിച്ചില്ല കൂട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാത്ത വീർപ്പുമുട്ടിലായിരുന്നു. ഒരു ദിവസം ഇക്കയോട് ഞാൻ തുറന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുകൊണ്ടാണോ എന്നെ കല്യാണം കഴിച്ചത്, എൻ്റെ അടുത്ത് വരാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ദേഷ്യത്തോടുകൂടി പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്നോട് എനിക്ക് അത്ര വലിയ അട്രാക്ഷനൊന്നും തോന്നുന്നില്ല. വീട്ടുകാരെ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ കല്യാണം കഴിച്ചതാണ്. മര്യാദയ്ക്ക് അവിടെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെ കൊണ്ട് നടക്കാം. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്നും കൂടി പറഞ്ഞു. അതോടുകൂടി ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി. ആരോട് എങ്ങനെ എന്ത് പറയാനാണ്? സഹിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ
വളരെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ശരിക്കും എൻ്റെ അമ്മായിപ്പൻ രക്ഷകനായി വന്നത്. അദ്ദേഹമോ? അതെ, ഇപ്പം പുള്ളി ജീവനോടെ ഇല്ല. പക്ഷേ അന്ന് പുള്ളിക്കാരൻ എന്നോട് വന്ന് ചോദിച്ചു, നിനക്ക് എന്താ മോളെ വിഷമമെന്ന്. ഒന്നുമില്ല ബാപ്പ, ഒന്നുമില്ല ബാപ്പ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ പുള്ളി എന്നെ വിട്ടില്ല. എന്നോട് ഒരു ദിവസം തരം കിട്ടിയപ്പോൾ ചോദിച്ചു, നിൻ്റെ വിഷമത്തിന് കാരണം ഞാൻ പറയട്ടെ എന്ന്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവ് നിന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇത്രയും ദിവസമായിട്ടും അവൻ ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല. അതുകൊണ്ടല്ലേ നിനക്ക് ഇത്രയും ടെൻഷനും പ്രശ്നവുമെന്ന്. ഞാൻ ചോദിച്ചു, ബാപ്പയ്ക്ക് എങ്ങനെ അറിയാമെന്ന്. അവൻ്റെ സ്വഭാവം എനിക്കറിയാം. ഗൾഫിൽ പോയി അവിടെ വേറെന്തൊക്കെയോ തരികടകളായിരുന്നു. മറ്റ് ചില സ്ത്രീകളുമായി ഒന്നിച്ച് താമസിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് മോളെ. പക്ഷേ അതിൽ നിന്നൊക്കെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നാട്ടിലൊരു കുടുംബം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ മാത്രമല്ല, അവൻ്റെ ഉമ്മയും. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും കല്യാണം കഴിപ്പിച്ച് ഒന്ന് സെറ്റിലാക്കാം. നാട്ടിൽ കുടുംബവും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴേക്കും അവൻ ശരിയാകുമല്ലോ എന്ന വിചാരത്തിലാണ് ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചത്. അവൻ ഒരു നടക്കി നിൽക്കുന്ന ആളല്ല മോളെ, വലിയൊരു കാളയാണ്. അവനെ പിടിച്ചു കിട്ടണമെങ്കിൽ നല്ല കരുത്തുള്ളൊരു പെണ്ണ് വേണം, നല്ല മിടുക്കിയായൊരു പെണ്ണ്. നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ, നിന്റെ സംസാരം കണ്ടപ്പോൾ അങ്ങനെ ഒരു പെണ്ണാണ് നീ എന്ന് തോന്നി. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവന് നിന്നോട് ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു കുഴപ്പമുണ്ട്, നിന്നോട് പെട്ടെന്ന് ഇപ്പോൾ അടുത്ത് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇനിയിപ്പോൾ ലീവ് കഴിഞ്ഞ് ഗൾഫിൽ ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികളൊക്കെ ആകും. അപ്പോൾ കൂടുതൽ തലവേദനയാകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് അനങ്ങാപ്പാറ പോലിരിക്കുകയാണ്. ഇനി 2 വർഷം കഴിഞ്ഞാലേ വരികയുള്ളൂ. ആ സമയത്തേക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് പതുക്കെ മനസ്സൊക്കെ ശരിയാക്കി വരാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അവിടെ കുറേ സിൽബന്തി പെണ്ണുങ്ങളുമുണ്ടല്ലോ. അപ്പോൾ അവളുമാരെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം, പറയാൻ പറ്റില്ല. അവളുമാരോടായിരിക്കും താല്പര്യം. എന്തായാലും എൻ്റെ പൊന്നു ബാപ്പ, ഇങ്ങനൊരു ചതിയിൽ എന്നെ പെടുത്തേണ്ടിയിരുന്നില്ല. എടി, എന്തായാലും ആണുങ്ങളെന്ന് പറയുമ്പോഴേക്കും അങ്ങനെയൊക്കെ പല സ്വഭാവമുള്ള ആൾക്കാരാണ്. അവരെ വരുതിക്ക് കൊണ്ടുവരിക പെണ്ണുങ്ങളുടെ മിടുക്കാണ്. മിടുക്കുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. എന്തായാലും അവൻ പെണ്ണുങ്ങളെ ഇഷ്ടമുള്ളവൻ തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്യുക മോളെ, ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് പടിക്കെട്ട് കയറിപ്പോവുക. അയ്യോ ബാപ്പ, എനിക്ക് പേടിയാ, എന്നോട് ദേഷ്യപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ബാപ്പയാണ് എന്നോട് പറഞ്ഞത്. ദേഷ്യപ്പെട്ടെങ്കിൽ ഒന്ന് ദേഷ്യപ്പെടട്ടെ, കുഴപ്പമില്ല. പക്ഷേ നീ പിടി മുറുക്കേണ്ട സമയത്ത് പിടി മുറുക്കണം. അത് കഴിഞ്ഞിട്ടേ നീ അവനെ വെറുതെ വിടാവൂ. അതിനുവേണ്ടി നീ എന്തിനും തയ്യാറാകണം. ഞാനങ്ങനെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ഇക്ക എന്ത് കരുതും? അവൻ എന്തെങ്കിലും കരുതിക്കോട്ടെ. അവൻ്റെ ഭാര്യയല്ലേ നീ, അല്ലാതെ വേറെ ആരുമല്ലല്ലോ. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് പോവുക, അത്രയേ ഉള്ളൂ. എന്തായാലും മോളെ, നീ അടങ്ങി ഒതുങ്ങിയിരിക്കരുത്. അവൻ ലീവിന് പോകുന്നതിന് മുമ്പ് നീ നിൻ്റെ കാര്യങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധ ക്ഷണിക്കണം. അവനെ വെറുതെ വിടരുത്. വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇനി 2 വർഷം നീ കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിൻ്റെ വിവാഹ ജീവിതം പെട്ടെന്ന് താറുമാറാകും. പിന്നെ നീ 2ാം കെട്ടുകാരിയാകും അവൻ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി. എന്തായാലും ഭർത്താവിനോട് അങ്ങോട്ട് കടന്നു കയറാൻ പറ്റുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമാണ്. പിന്നെ അത് മാത്രമല്ല, ഞാനും ബാപ്പയും തമ്മിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നറിഞ്ഞാൽ തീർന്നു. അതിലും വലിയ പ്രശ്നമായി. എങ്കിലും ബാപ്പ എന്നോട് വളരെയധികം ഡീറ്റെയിൽഡായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. നല്ല ഭാഷയിലാണ്. എന്നാലും എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഇനിയും ഞാൻ കാത്തിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പിടിവെള്ളിയിൽ പിടിക്കാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് എന്ന് വിചാരിച്ച് ഞാൻ അന്ന് രാത്രി തന്നെ അതിർത്തി മേഖലയിലേക്ക് പരതി കയറാൻ തുടങ്ങി. പുള്ളിക്കൂർക്കം വലിച്ച് ഉറക്കമാണ്. എന്താകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കഥകളൊക്കെ കേട്ട് ആകാംക്ഷയോടെ മുത്തമ്മയെ നോക്കിയിരിക്കുകയായിരുന്നു. മുത്തമ്മ ഇനി ബാക്കി കാര്യങ്ങൾ തെളിച്ചു പറയുമോ എന്നെനിക്ക് വല്ലാത്തൊരു ആകാംക്ഷ. എൻ്റെ മുഖഭാവം കണ്ടപ്പോൾ മൂത്തമ്മ, അയ്യടാ, സിനിമ കാണാൻ, സിനിമാ കഥ കേൾക്കാൻ നിൽക്കുന്നവനുണ്ടല്ലോ നിൻ്റെ കഥ, ബാക്കി ഞാൻ പറയുന്നില്ല. ഞാനാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ശരിയാക്കിയെടുത്തു. അല്ല മുത്തമ്മ, എങ്ങനെയാണ് ശരിയാക്കിയെടുത്തത്? അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പിടിവെള്ളയിൽ പിടിമുറുക്കി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റു. നീ എന്തൊക്കെയാണ് കാണിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. എനിക്കിപ്പോൾ തിരിച്ചെൻ്റെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. നിങ്ങളിനി കുറച്ച് ദിവസങ്ങളൂടെയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോകും. പിന്നെ 2 വർഷം കഴിഞ്ഞേ വരികയുള്ളൂ. ഇങ്ങനെ വെറുതെ നിങ്ങളെ വിടാൻ പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവൾ വിവാഹിതയാണ്. അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു,
അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഇൻട്രസ്റ്റ് കാണും. അവർക്ക് മനസ്സിലെന്തെങ്കിലും വിഷമുള്ളത് കൊണ്ടോ ടെൻഷൻ ഉള്ളത് കൊണ്ടോ ആയിരിക്കാം അവർ താല്പര്യം പ്രകടിപ്പിക്കാത്തത്. അവരുടെ ടെൻഷനും മാനസികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ അറിഞ്ഞു വേണം ഭാര്യ പെരുമാറാനെന്ന് അവൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നയപരമായി ഞാൻ ഒരു കഥ മെനഞ്ഞു. അത് അദ്ദേഹം വിശ്വസം തോന്നുന്നു. എന്നോട് പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് നിന്നോട് സ്നേഹമില്ലാത്തൊന്നുമല്ല, എങ്കിലും എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഭാര്യയോട് പെരുമാറാൻ ശരിക്കും അറിയില്ല. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെ ഭാര്യയോട് പെരുമാറാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞു, എനിക്ക് എല്ലാം അറിയാം, കഴിഞ്ഞത് കഴിഞ്ഞു, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ എങ്ങനെ നിൽക്കണം, എവിടെ നിൽക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എന്തിനും തയ്യാറാണ് എന്നുള്ള മട്ടിൽ സംസാരിച്ചു. അപ്പോഴാണ് പുള്ളിക്ക് എന്നോട് കുറച്ചൊക്കെ ഇഷ്ടം വന്നത്. അങ്ങനെയാണെങ്കിൽ നീ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് എന്താണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ തലമുടിയിൽ മൃദുവായി അദ്ദേഹം തലോടിക്കൊണ്ട് എന്നോട് ആ കാര്യം പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഇത്രയും വലിയൊരു പ്രക്രിയ തന്നെ ആദ്യം തന്നെ തുടങ്ങേണ്ടി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, സർവ്വതും അനുസരിക്കാമെന്ന് പറഞ്ഞല്ലോ. അരമണിക്കൂർ എൻ്റെ കഴുത്ത് നന്നായി വേദനിച്ചു. വേറെ എവിടെ നോക്കിക്കൊണ്ടാണ് മൂത്തമ്മ കഥ പറഞ്ഞത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നന്നായി മനസ്സിലായെന്ന്. എനിക്ക് ചിരി വരുന്നത് കണ്ട് മൂത്തമ്മ എനിക്കൊരു അടി വെച്ച് തന്നു. ചിരിക്കരുത് കേട്ടോ, ഇങ്ങനൊരു പെണ്ണിനും ആദ്യം ഒരു അനുഭവം ഉണ്ടായി കാണില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഭർത്താവും ഇങ്ങനെ പറയുമോ, ഇങ്ങനെ പെരുമാറുമോ? പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്ക് ജീവിക്കാൻ മോഹമുണ്ട്. ആണുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാണല്ലോ എന്നെ കെട്ടിച്ചു വിട്ടത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? പക്ഷേ അതോടുകൂടി പുള്ളിക്കാരൻ എൻ്റെ വഴിയിലേക്ക് വന്നു. പിന്നെ പോകുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും സെറ്റായി. എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ബുദ്ധിമുട്ടുകളായി കരുതിയില്ല. എന്തായാലും പുള്ളി ഗൾഫിൽ ചെന്നപ്പോഴേക്കും എനിക്കിവിടെ വിശേഷവുമായി. ഞാൻ പറഞ്ഞു വന്നത്, അത് കഴിഞ്ഞും പുള്ളിക്ക് ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം, ഒത്തിരി അനുഭവങ്ങളുള്ളവർ ഒത്തിരി പ്രതീക്ഷിക്കും. അവർക്ക് ദാമ്പത്യ ബന്ധത്തിലായിരിക്കില്ല കോൺസെൻട്രേഷൻ. അതെനിക്ക് ഒത്തിരി വട്ടം അറിയാൻ പറ്റിയതാണ്. പിന്നീട് സ്നേഹം കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയും എൻ്റെ ഭർത്താവിനെ ഫാമിലി ലൈഫിലേക്ക് ഞാൻ വലിച്ചഴിച്ച് ഇപ്പോഴത്തെ ഒരു നല്ല മനുഷ്യനാക്കിയതാണ്. അല്ലാതെ അന്നേ ഞാൻ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതം നന്നാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ സ്നേഹിക്കുന്നൊരു കാമയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? നിൻ്റെ ഇഷ്ടങ്ങൾ അവൾ അംഗീകരിക്കുകയാണ്, അവളുടെ ഇഷ്ടങ്ങൾ നീയും അംഗീകരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ പോലെ അല്ലല്ലോടാ. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എല്ലാം ഈസിയായിട്ട് മാനേജ് ചെയ്യാം. നിനക്ക് നിൻ്റെ വഴിക്കും പോകാം, അവൾക്ക് അവളുടെ വഴിയിലും പോകാം. എന്നാലോ ഭാര്യയും ഭർത്താവും കുട്ടികളുമൊക്കെയാകും. ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴി എന്തെല്ലാം ബന്ധങ്ങളാണ് ഉണ്ടാകുന്നത്. അത് വേണമെങ്കിൽ വിവാഹ ബന്ധങ്ങൾക്കും ഉപകരിക്കുമല്ലോ. എന്തുകൊണ്ട് നീ ആ വഴിക്ക് ചിന്തിക്കുന്നില്ല? അല്ലാതെ ചുമ്മാ എങ്ങനെ കൂട്ടുകാരികളെ കണ്ടുപിടിക്കാൻ മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഞാനും ഓർത്തു, ശരിയാണ്. ഏതെങ്കിലും ചില പേജുകളിലോ മറ്റോ ചാറ്റ് ചെയ്ത് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചാലോ, അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടാണെങ്കിലും കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ച് ഞാൻ അതിന് ശ്രമിച്ചു. ഒരു പോസ്റ്റിൽ എനിക്ക് കുറേ റിപ്ലൈസ് ഒക്കെ വന്നു. അവരോടൊക്കെ ഞാൻ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മനസ്സിനിഷ്ടപ്പെട്ട, എന്നെ എല്ലാ കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടുകൂടി അനുവദിക്കുന്ന, അവൾക്കും ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഒരാളെ ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോളൊക്കെ കണ്ടു, സംസാരിച്ചു. ഇനി വീട്ടിൽ പറയണം, ഞങ്ങളുടെ ജില്ലയിൽ തന്നെയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതമാണ്. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചത്. പക്ഷേ പറഞ്ഞത് മാട്രിമോണിയൽ സൈറ്റിൽ നിന്നാണെന്നാണ്. അവളുടെ പേര് മാട്രിമോണിയലുണ്ട്. അപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് വീട്ടുകാരും ഒക്കെ മാട്രിമോണിയിൽ നിന്ന് കണ്ടുപിടിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഗൾഫിലുള്ള പഴയ ഹിസ്റ്ററിയൊക്കെ കേൾക്കാൻ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. സാധാരണ പെണ്ണുങ്ങൾക്ക് ഭയങ്കര പൊസസീവ്നെസ് അല്ലേ? പക്ഷേ ആദ്യ ദിവസം എൻ്റെ ഭാര്യ ചോദിച്ചത്, നിങ്ങളുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് ആരായിരുന്നു, എങ്ങനെയായിരുന്നു, അവിടെ എങ്ങനെയാണ് സിറ്റുവേഷൻസ് എന്നൊക്കെ ചോദിച്ച് എല്ലാ കഥകളും അന്ന് രാത്രി മുഴുവൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഞാനാണെങ്കിൽ അവൾ പറഞ്ഞത് കേട്ട് വീരശൂര പരാക്രമിയായി കുറേ കാര്യങ്ങളൊക്കെ കടത്തി
പറയുകയും ചെയ്തു. അതൊക്കെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. രണ്ടാമത്തെ ദിവസം അവൾ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ആദ്യ ബന്ധം മുതൽ അവസാന ബന്ധം വരെയുള്ള എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ തിങ്ങുകൾ കാണില്ലേ, അത്തരം തിങ്സ് എല്ലാം കൂടെ കൂട്ടിക്കലർത്തി വേണം നമ്മളുടെ ആദ്യ ജീവിതം തുടങ്ങാനെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എടുത്തെടുത്ത് ഓരോ ആളുകൾക്കും എന്തൊക്കെ സ്പെഷ്യാലിറ്റി ആയിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാനും അവളും തമ്മിൽ വളരെ ഉത്സാഹത്തോടു കൂടി ഉത്സവക്കൊടിയേറ്റം നടത്തിയത്. അതൊക്കെ എനിക്കൊത്തിരി രസമായിട്ട് തോന്നി. കാര്യം സംഭാഷണങ്ങളുണ്ട്, അതിനിടയ്ക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ പഴയ കാലത്തെ കഥകളോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളോ ഒന്നും ബാധ്യതയല്ല. ഒരു രഹസ്യവുമില്ല, ഒരു പ്രശ്നവുമില്ല. എന്ത് കഥകൾ പറഞ്ഞാലും അത് ആസ്വദിക്കാനൊരു ഭാര്യ. അതുമാത്രമല്ല, അങ്ങേയറ്റം ഏത് പരീക്ഷണങ്ങൾക്കും ജീവിത നിരീക്ഷണങ്ങൾക്കും അവൾ കൂട്ടുനിൽക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻഡായുള്ള ഒരു സ്നേഹം തന്നെ എനിക്കറിയില്ല എത്ര പേർക്കിടയിൽ സംഭവിച്ചു കാണുമെന്ന്. അന്ന് തന്നെ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ വളരെ തുറന്ന് സംസാരിച്ച് നമ്മളായി തന്നെ കണ്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതിപ്പോൾ ആണുങ്ങൾ എവിടെയെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുറകെ നടന്ന് എവിടെ പോയതാ, എപ്പോൾ വരും എന്ന് ചോദിക്കുന്ന സ്ത്രീകളും, സ്ത്രീകൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നീ എവിടെ പോയാണ്, എന്തിനു പോയി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഭർത്താക്കന്മാരും. ഇത് ഞങ്ങൾക്കിടയിൽ വർക്കൗട്ടാകില്ല. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്നെനിക്ക് മനസ്സിലായി. അവൾ ആദ്യമേ എന്നോട് പറഞ്ഞു, ഇക്ക, എനിക്ക് കുറേ നാളത്തേക്ക് ഇക്കയുമായുള്ള സ്നേഹബന്ധം മാത്രം മതി. ഇനിയിപ്പോൾ ആരോടെങ്കിലും എനിക്ക് താല്പര്യം തോന്നുകയാണെങ്കിൽ ഞാൻ ഇക്കയോട് പറയും. ഇക്കയെ മറച്ചു വെച്ച് ഞാൻ ഒരു കാര്യത്തിനുമില്ല. നമ്മുടെ വിവാഹബന്ധം തകർക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധങ്ങളും നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പാരയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, നമുക്ക് മിക്കപ്പോഴും ഒന്നിച്ച് നിൽക്കാം. പക്ഷേ ഇടയ്ക്ക് അപ്പവും കറിയും അല്ലാതെ സദ്യ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ കയറി സദ്യ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അത് വേണം. എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഐറ്റമായി കഴിഞ്ഞാൽ ആർക്കും മടുക്കും. എന്നും ഉച്ചയൂണിന് ഒരു വിഭവമായി കഴിഞ്ഞാൽ ആർക്കും മടുക്കും. വിഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കണം എന്ന് വെച്ച് അത് നമ്മൾ കടയിൽ കഴിക്കാൻ പോകുന്ന പോലെ ആകാവൂ. കടയിൽ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് താമസിക്കാൻ പറ്റില്ല. അവിടെ ജീവിതവുമല്ല, ബില്ല് കൊടുക്കുക, ഇറങ്ങിപ്പോരുക എന്ന് പറഞ്ഞതുപോലെ ഒരു ബന്ധം മാത്രം. അല്ലാതെ അവിടെ മനസ്സ് കൊടുക്കരുതേ ഇക്ക, ഞാനും അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വാഗ്ദാനത്തിന് പുറത്താണ് ജീവിക്കാൻ തുടങ്ങിയത്. പക്ഷേ ജീവിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് മറ്റു ബന്ധങ്ങളെ പറ്റിയിട്ടോ സ്നേഹബന്ധങ്ങളെ പറ്റിയോ ഒന്നും ചർച്ച ചെയ്യേണ്ടി വന്നില്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയി. ഇനിയിപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ട്, അതേപോലെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ട് എങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ മനസ്സ് പാറിപ്പോവുക. സത്യം പറഞ്ഞാൽ മൂത്തുമ്മ ഭർത്താവിനെ മാറ്റിമറിക്കുന്ന പോലെ തന്നെ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ഐക്യം ഞങ്ങളെ ആകെ മാറ്റിമറിച്ചു. ഞങ്ങൾ രണ്ടുപേരും മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതായി. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ പറഞ്ഞ് എല്ലാവരെയും കാണുമ്പോഴേക്കും ഞങ്ങൾ ഓരോരോ അസസ്മെൻറ്റ്സ് നടത്തി. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ പോലെയാണ് മുന്നോട്ട് പോയത്. 3 വർഷം കഴിഞ്ഞ് മതി കുട്ടികളെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ ആ നടക്കുമെന്നറിയില്ല. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും സൂക്ഷിച്ചായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ, ഞാനാണ് ഇളയ മകൻ. എനിക്ക് ഒരു ഇത്തയുണ്ട്. ഇത്ത താമസിക്കുന്നത് ഒരു 5 കിലോമീറ്റർ അകലെയാണ്. അവരുടെ വീട്ടിൽ മിക്കപ്പോഴും ഉമ്മ പോകും. എൻ്റെ ബാപ്പ അവിടേക്ക് ഇങ്ങനെ പോകാറില്ല. പുള്ളി മിക്കവാറും വീട്ടിൽ കാണും. ഞാൻ ചെയ്യുന്ന ബിസിനസ് അദ്ദേഹത്തിൻ്റെതാണല്ലോ. പിന്നെ എനിക്കെന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യത്തിന് ഇറങ്ങിപ്പോകും. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും പുള്ളിക്കെന്തോ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ജീവിക്കണം എന്നാണ് ആഗ്രഹം. വലിയ പ്രായമൊന്നുമില്ല, എന്നാലും പുള്ളി റിലാക്സ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത്യാവശ്യമൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അലച്ചിലും പിഴിച്ചിലും ഒന്നും വയ്യ. അവിടെ നിന്ന് TV കാണുക, പിന്നെ പച്ചക്കറി കൃഷിത്തോട്ടമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക ഇൻട്രസ്റ്റുമായിട്ട് പുള്ളി നടക്കുകയാണ്. പിന്നെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോകും. അങ്ങനെ ഒരു യുവത്വം തിരിച്ചു വന്ന ഫീലാണ് പുള്ളിക്കാരന്. അത് ഞാൻ എതിർക്കാൻ പോയില്ല. എന്നോട് ബാപ്പ നല്ല ഫ്രണ്ട്ലി തന്നെയാണ്. എൻ്റെ ഭാര്യയുമായും നല്ല അടുപ്പമാണ്. അവർ തമ്മിൽ തമാശകളൊക്കെ പറയാറുണ്ട്. എന്തായാലും ജീവിതം മനോഹരമായി മുന്നോട്ട് പോകുകയായിരുന്നു. ഏകദേശം 1.5 മാസത്തിന് മുമ്പാണ് എൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നൊരു സംഭവം നടന്നത്. ഉച്ചയ്ക്ക് 2 മണിയായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു ചോദിച്ചു, ഇക്ക, നിങ്ങൾ എപ്പോഴാണ് വരുന്നത്, എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ സിറ്റിൽ നിൽക്കുകയാണ്.
ഇനിയിപ്പോൾ ഞാൻ വരാൻ വേണ്ടി ഒരു 6-7 മണി വരെയെങ്കിലും ആകും എന്ന് പറഞ്ഞു. ഓക്കെ, എങ്കിൽ ഞാൻ അത്താഴത്തിന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ശരി, റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു 3 മണിയാകുമ്പോൾ ഒരു ഡോക്യുമെൻ്റ് എടുക്കാൻ വേണ്ടി എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ ഭാര്യയോട് പറഞ്ഞില്ല, ധൃതിയിലാണ് വന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ആരെയും കണ്ടില്ല. കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും തുറന്നില്ല. ഞാൻ ഫ്രണ്ടിലെ കതക് തുറക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അത് തുറന്നു. ജസ്റ്റ് ചേർത്തടച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഭാര്യയൊന്നുമില്ല. അവിടെ ഫോൺ വിളിച്ചപ്പോഴുണ്ട് അവിടെ ഫോൺ ഇരുന്ന് അടിക്കുന്നു. ഞാൻ പിന്നെ ബാപ്പയെ വിളിച്ചു. ബാപ്പയുടെ മുറിയിൽ ഫോണുണ്ട്. എങ്കിൽ പിന്നെ ഇവർ രണ്ടുപേരും പുറത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കൃഷിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഡോക്യുമെൻ്റ് നോക്കി അതെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അടുക്കള ഭാഗത്തേക്ക് ചെന്നു. മാഡം, അപ്പോൾ ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള പുറകിലത്തെ വിശാലമായ പറമ്പിൽ കുറേ ദൂരെ അവരെ രണ്ടുപേരെയും ജസ്റ്റ് ഒന്ന് കാണാം. രണ്ടുപേരും അവിടെ ഉണ്ട്. എന്തോ നടുകയോ മറ്റോ ആണോ അതോ വിളവെടുക്കുകയാണോ എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ എന്താ നട്ടേക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ബാപ്പ പോപ്പോ പോലെയുള്ള ഒരു ആക്ഷൻ കാണിക്കുന്നത് കണ്ടു. അവളാണെങ്കിൽ ഉടനെ തന്നെ സമ്മതഭാവത്തിൽ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് എനിക്ക് തോന്നിയതാണോ അതോ ഇനി എന്തെങ്കിലും പറിച്ചെടുത്ത് ബാസ്ക്കറ്റിൽ മറ്റോ ഇടുകയാണോ അവളുടെ കയ്യിലിരിക്കുന്നത് എന്നെനിക്ക് തോന്നി. വെറുതെ സംശയിക്കരുതല്ലോ. പക്ഷേ എനിക്ക് തോന്നി ഒന്നുകൂടി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം, അവരെ വിളിക്കാൻ പോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മറവ് പറ്റി പോയി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റാണ് മാഡം. കാര്യം രണ്ടുപേരും കൊച്ചുകുട്ടികളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ എന്നോണം അതിരി കടന്ന് ചില ലീലാവിലാസങ്ങൾ കാണിക്കുകയാണ്. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ എൻ്റെ ഭാര്യയാണ് അതിൽ മിടിക്കെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അവൾ ചില അളവ് തൂക്കങ്ങൾ എടുക്കുന്ന പോലെ ഞാൻ വ്യക്തമായിട്ട് കണ്ടു. അവൾ തന്നെ പറയുന്നത് ഞാൻ കേട്ടു, എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. അത് വേണ്ട, ഉമ്മ ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഉമ്മ ഇപ്പോൾ വരില്ല, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവൾ വഴി തെളിക്കുന്നു. കുതിരയെ കടിഞ്ഞാണിൽ പിടിച്ച് വഴി തെളിക്കുന്ന പോലെയാണ് അവൾ വഴി തെളിക്കുന്നത്. കുതിരയ്ക്ക് പുറകെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അവർ മുന്നോട്ട് ചൂടുകൾ വയ്ക്കുന്നു. ഞാൻ പെട്ടെന്ന് മാറി ഓടി അടുക്കളയിൽ കയറി. പറമ്പ് പല കൃഷികൾ കൊണ്ടും നിബിഡമാണ്. അതുകൊണ്ട് ആക്ടിവിറ്റീസിൻ്റെ ദൃശ്യങ്ങളൊന്നും പുറത്തു പോകില്ലെന്ന് അവർക്കറിയാം. പക്ഷേ എനിക്കിപ്പോൾ ഇത് ചോദിക്കാനുള്ള ഒരു സന്ദർഭമല്ല. ഞാൻ ശരിക്കും ഞെട്ടിയിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് എൻ്റെ ഭാര്യയുടെ പേര് നീട്ടി വിളിച്ചു. അവർ രണ്ടുപേരും ഞെട്ടറ്റ് വേർപെട്ട് കാണും. എന്തായാലും ഭാര്യയോട് അടുത്ത് വന്നു. എന്താ ഇക്ക എന്നൊക്കെ നോർമലി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്യുമെൻ്റ് എടുക്കാൻ വന്നതാ, അത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ടൗണിലൊന്ന് കറങ്ങിയിട്ട് വരാം, നീയും ഒരുങ്ങി വരാൻ പറഞ്ഞു. അവൾക്ക് പക്ഷേ അപ്പോൾ വലിയ സന്തോഷമില്ല. പിന്നെ ആകാം ഇക്ക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സമയമുണ്ട്, നീ പെട്ടെന്ന് ഒരുങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ അവളെ നിർബന്ധിച്ച് കാറിൽ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും അവളോട് ഞാൻ ചോദിച്ചു ഇന്ന് ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ പറയുകയാണ്, അതും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ അനുവദിക്കുന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു ഇഷ്ടം തോന്നുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബന്ധങ്ങളൊക്കെ നോക്കണ്ടെന്ന്. അവൾ പറയുകയാണ് അതിന് ബന്ധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതല്ലേ. ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കൃഷി ചെയ്ത് നടക്കുന്ന ബാപ്പയെ ഞാൻ അടിമുടി ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും മനസ്സിലായത്. അപ്പോൾ പിന്നെ ഞാൻ അടങ്ങിയിരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ എന്ത് കാര്യങ്ങളും രഹസ്യമാക്കില്ല, എന്നോട് പറയുന്നതാണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ആദ്യ ചിട്ടവട്ടങ്ങളാണ് നിങ്ങൾ കണ്ടതെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഒത്തിരി ദിവസങ്ങൾ കഴിഞ്ഞ് മറിഞ്ഞ് പന്ത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവൾ പറഞ്ഞത് ട്രൈ ചെയ്യുന്നേ ഉള്ളെന്നാണ്. പക്ഷേ ഒന്നും തുറന്ന് സമ്മതിക്കുന്നുമില്ല. എങ്കിൽ കൂടിയും ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും തോന്നുന്നു മാഡം. ഞാൻ ഒരിക്കലും ഇതൊന്നുമല്ല ഉദ്ദേശിച്ചിരുന്നത്. അവൾക്ക് അവളുടെ സമപ്രായത്തിൽപ്പെട്ട ആൾക്കാരുമായി അടിച്ചു പൊളിക്കാനൊരു അവസരം. എനിക്കും അങ്ങനെ തന്നെ. അല്ലാതെ വീട്ടിലെ ബന്ധങ്ങളിലേക്ക് അവൾ കടന്നു കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയിലാണ്. അതുകൊള്ളാം, നിങ്ങളുടെ കരാർ എന്തായിരുന്നു? നിനക്കിഷ്ടമുള്ളതുപോലെ നീയും എനിക്കിഷ്ടമുള്ളതുപോലെ ഞാനും. പക്ഷേ അതിനിടയ്ക്ക് വീട്, ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കയറരുത് എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇഷ്ടമുള്ള ഒരാൾ അല്ല, ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ എങ്ങനെയാണ്
ഇന്ന ബന്ധം അത് ശരിയാകില്ല, ഈ ബന്ധം ശരിയാകും, അങ്ങനെ പറയാൻ അവരെങ്ങനെ വിചാരിക്കും? അവർക്ക് സദാചാരമില്ല. സദാചാരമോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ ഉള്ള ആൾക്കാരാണെങ്കിലല്ലേ അങ്ങനെ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഈ കരാർ അടിസ്ഥാനത്തിലുള്ള ബന്ധം അത് നിങ്ങൾക്ക് പാരകളെ വരുത്തുകയുള്ളൂ. ഇവരിപ്പോൾ തുടങ്ങിയോ അല്ലെങ്കിൽ തീർത്തോ കഴിഞ്ഞോ ഒന്നും നമുക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. അവർ തുറന്ന് പറഞ്ഞാലേ അറിയുകയുള്ളൂ. എന്തായാലും സ്വന്തം വീട്ടിലെ കാര്യങ്ങളായതുകൊണ്ടായിരിക്കും അവർ കുറച്ച് കളത്തരങ്ങളൊക്കെ മറച്ചു വെച്ചത്. എന്നാലും എനിക്ക് തോന്നുന്നത് എന്ത് ബന്ധം ഉണ്ടാക്കുമ്പോഴും കരാറുണ്ടാക്കുമ്പോഴും അതിൽ ഇന്നത് പാടുണ്ട് ഇന്നത് പാടില്ല എന്നുള്ള കാര്യങ്ങളും വിശദമായി സംസാരിക്കണം. ഇനിയിപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും ഒന്നിച്ച് തീരുമാനം എടുക്കണം, എവിടെ നിൽക്കണം നിങ്ങളുടെ അതിർത്തി എന്നുള്ളത്. അതുമാത്രമല്ല, അതിന് പറ്റില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം വേറെ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിങ്ങളുടേതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത സോണിൽ മാത്രം നിങ്ങളുടെ സാധനങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ അനാവശ്യമായ സ്ഥലത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വീടുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള മറ്റുള്ളവർ അങ്ങനെ അല്ലല്ലോ. നിങ്ങളുടെ മോഡേൺ ചിന്താഗതി അവർക്കറിയുകയില്ല. അപ്പോൾ ഏതെങ്കിലും സമയത്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാകും. അതുകൊണ്ട് നിങ്ങളുടെ കരാറിൽ മാറ്റങ്ങൾ വരുത്തുക, നിങ്ങൾക്ക് സേഫായ രീതിയിൽ പോവുക.